ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. ജോൺ സീനയ്ക്കൊപ്പം പ്രിയങ്ക ചോപ്രയും ഒന്നിക്കുന്നു. ഇല്യൻ നൈൽ ഷുലർ 2025 സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ ആക്ഷൻ കോമഡി ചിത്രമാണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. ഇതിൽ UK പ്രധാനമന്ത്രിയായി ഇഡ്രിസ് എൽബയും US പ്രസിഡന്റായി ജോൺ സീനയും അഭിനയിക്കുന്നു. ഒരു ആക്ഷൻ കോമഡി ചിത്രമായിട്ടാണ് ഇല്യൻ നൈൽ ഷുലർ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രിയങ്ക ചോപ്ര, ജാക്ക് ക്വെയ്ഡ്, പാഡി കോൺസിഡൈൻ, സ്റ്റീഫൻ റൂത്ത്, കാർലോ ഗൂഗിനോ എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. അമേരിക്കയിൽ അറിയപ്പെടുന്ന ടെലിവിഷൻ റൈറ്റേഴ്സായ ജോഷ് അപ്പൽബോം, ആൻഡ്രേ നെമിക്, ഹാരിസൺ കോറി എന്നിവർ ചേർന്ന് തിരക്കഥ രചിച്ച ഈ സിനിമയ്ക്ക് കഥ ഹാരിസൺ കോറി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ബെഞ്ചമിൻ ഡേവിസ് എന്ന ബ്രിട്ടീഷ് സിനിമറ്റോഗ്രാഫറാണ് ഈ സിനിമയുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഹാനിബൽ റേസിംഗ്, ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി, അവഞ്ചേഴ്സ്, ഏജ് ഓഫ് ആൽട്രോൺ, ഡോക്ടർ സ്ട്രേഞ്ച്, ക്യാപ്റ്റൻ മാർവൽ, എറ്റേണൽസ് തുടങ്ങിയ സിനിമകളുടെ DOPയും അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. 113 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയെ എഡിറ്റ് ചെയ്തത് ടോം ഹാരിസൺ ആണ്. ഗാലക്സി പോലുള്ള സിനിമകൾക്ക് സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റീഫൻ പ്രൈസ് ആണ് ഈ സിനിമയ്ക്ക് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. 2020 ആമസോൺ സ്റ്റുഡിയോസ് ഈ സിനിമ ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചു. ഇഡ്രിസ് എൽബയും ജോൺ സീനയും ഇതിനു മുൻപ് ദി സൂസൈഡ് സ്ക്വാഡ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഒരുമിച്ച് അഭിനയിച്ചത്. അതിനുശേഷം അവർ ഒന്നിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. ഏറ്റെടുത്ത് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആമസോൺ സ്റ്റുഡിയോ ഈ സിനിമ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി ഇല്യൻ നൈൽ ഷുലറിനെ സമീപിക്കുന്നത്. പ്രിയങ്ക ചോപ്ര, ജാക്ക് ക്വെയ്ഡ്, പാഡി കോൺസിഡൈൻ, സ്റ്റീഫൻ റൂത്ത്, കാർല ഗൂഗിനോ, സാറ നൈസ്, റിച്ചാർഡ് കോയിൽ എന്നിവരും പിന്നീട് ഈ സിനിമയുടെ ഭാഗമായി. 2023 ലണ്ടനിൽ വെച്ച് ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. എന്നാൽ പിന്നീട് ചില ചേസിംഗ് സീനുകൾക്കായി ലൊക്കേഷൻ പ്രൈസിലേക്ക് മാറ്റുകയായിരുന്നു. 2024 സെർബിയയിലെ ബെൽഗ്രേഡിൽ ഈ സിനിമയുടെ കുറച്ച് കൂടുതൽ രംഗങ്ങൾ കൂടി ചിത്രീകരിച്ചു. 2025 ജൂലൈ 2 ആമസോൺ MGM സ്റ്റുഡിയോ പ്രൈം വീഡിയോസ് വഴി ഈ ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്തു. ഈ ചിത്രത്തിന് 4-ൽ 2.5 സ്റ്റാർ മാത്രമാണ് ചില നിരൂപകർ നൽകിയത്. മൊത്തത്തിൽ ഇതൊരു മണ്ടത്തരമാണെന്നും ഇതിന്റെ കഥ വളരെ പരിതാപകരമാണെന്നും നിരൂപകർ അഭിപ്രായപ്പെട്ടു. ശരാശരിയിൽ ഒതുങ്ങിയ പ്രകടനം മാത്രമാണ് സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിട്ടുള്ളത്.